ഇനി നമ്മൾ ചെയ്യാൻ പോകുന്ന ക്വസ്റ്റ്യൻ നമ്പർ 91 ആണ്. 91 ക്വസ്റ്റ്യൻ ഇതാണ്: ഇൻ്റഗ്രൽ ഓഫ് കോട്ട് എക്സ് ലോഗ് ഓഫ് സൈൻ എക്സ് ഡി എക്സ്. ഇൻ്റഗ്രൽ ഓഫ് കോട്ട് എക്സ് ഇൻറ്റു ലോഗ് ഓഫ് സൈൻ എക്സ് ഡി എക്സ്. എന്തിനാണ് പുട്ട് ചെയ്യേണ്ടത്? what log of sin x is equal to t. log of sin x is equal to t എന്ന് പുട്ട് ചെയ്യാം. അതിന് ഡിഫറൻഷിയേഷൻ നടത്തുമ്പോൾ log x-ന് 1/x, അപ്പോൾ log sin x-ന് ഡെറിവേറ്റീവ് 1/sin x എന്ന് ആദ്യം ചെയ്താൽ അത് പോരാ. പിന്നെ sin x-ന് ഡെറിവേറ്റീവ് ഫംഗ്ഷനാണ്. sin x-ന് ഡെറിവേറ്റീവ് കൂടി ഉണ്ടാവും, cos x dx dt. ഇതിപ്പോൾ cos x ബൈ sin x എന്നാണ്. cos x ബൈ sin x എന്ന് പറഞ്ഞാൽ cot x എന്നായിരുന്നു. ഇത് cos x ബൈ sin x dx dt എന്നാണ് വരിക. cos x ബൈ sin x എന്ന് പറഞ്ഞാൽ cot x dx dt എന്നായി. cot x dx ഈക്വൽ ടു dt. ക്വസ്റ്റ്യൻ വേണമെങ്കിൽ log sin x ആദ്യം ചെയ്താൽ log sin x ആദ്യം ചെയ്ത് ഇൻറ്റു cot x dx എന്ന് എഴുതാം. log sin x എന്ന് പറഞ്ഞാൽ ടി ആണ്, ഇൻറ്റു cot x dx എന്ന് പറഞ്ഞാൽ ഡി ടി ആണ്. അപ്പോൾ അത് ടി ഡി ടി എന്നായി, അല്ലെങ്കിൽ എക്സ് ഡി എക്സ് പോലെ ആയിരിക്കും. എക്സ് ഡി എക്സ്. അപ്പോൾ എക്സിൻ്റെ ഇൻ്റഗ്രൽ എക്സ് സ്ക്വയർ ബൈ 2, ടീൻ്റെ ഇൻ്റഗ്രൽ ടി സ്ക്വയർ ബൈ 2, ഇത്രയേ ഉള്ളൂ, പ്ലസ് സി. ടീനെ മാറ്റിക്കോട്ടെ, ടീൻ്റെ വില ലോഗ് സൈൻ എക്സ് ആയതുകൊണ്ട് ലോഗ് സൈൻ എക്സ് ഹോൾ സ്ക്വയർ ഡിവൈഡ് ബൈ 2 പ്ലസ് സി. ലോഗ് സൈൻ എക്സ് ഹോൾ സ്ക്വയർ ഡിവൈഡ് ബൈ 2 പ്ലസ് സി. ക്വസ്റ്റ്യൻ കോട്ട് എക്സിന് ലോഗ് സൈൻ എക്സ് ഡി എക്സ്. ലോഗ് സൈൻ എക്സ് ഇങ്ങോട്ട് എഴുതി, കോട്ട് എക്സ് ഡി എക്സ് ഇങ്ങോട്ട് എഴുതി. ഈ ലോഗ് സൈൻ എക്സിന് ടീന്ന് പുട്ട് ചെയ്ത് ലോഗ് ഓഫ് സൈൻ എക്സിന് ടീന്ന് പുട്ട് ചെയ്താൽ പിന്നെ ഡിഫറൻഷിയേഷൻ നടത്തണം. ലോഗ് എക്സിൻ്റെ 1/x ആയതുകൊണ്ട് ലോഗ് സൈൻ എക്സിൻ്റെ 1/sin x, പിന്നെ അത് എക്സിന് പകരം സൈൻ എക്സ് ആയതുകൊണ്ട് സൈൻ എക്സിന് ഡെറിവേറ്റീവ് കൂടി ഉണ്ടാവും, കോസ് എക്സ്. സൈൻ എക്സിന് ഡെറിവേറ്റീവാണ് കോസ് എക്സ്. ഡി എക്സ് ഇസ് ഈക്വൽ ഡി ടി. കോസ് എക്സ് ബൈ സൈൻ എക്സ് എന്നാണ് അവിടെ വരുന്നത്. കോസ് എക്സ് ബൈ സൈൻ എക്സിന് കോട്ടാണ്, കോട്ട് എക്സ് ഡി എക്സ് ഈക്വൽ ഡി ടി എന്നായി. ഇവിടെ ഇൻ്റഗ്രൽ ഓഫ് കോട്ട് എക്സ് അല്ല ലോഗ് സൈൻ എക്സ്. ലോഗ് സൈൻ എക്സ് എന്ന് പറഞ്ഞാൽ ടി, അപ്പോൾ ഇത് ടി ഇൻറ്റു കോട്ട് എക്സ് ഡി എക്സ് ഡി ടി. ഇപ്പോൾ ടി ഡി ടി എന്നായി. എക്സ് ഡി എക്സ് എന്ന് പറഞ്ഞാൽ എക്സ് സ്ക്വയർ ബൈ 2 ചെയ്യുന്ന മാതിരി ടി ഡി ടിനെ ഇൻറ്റഗ്രേഷൻ നടത്തുമ്പോൾ ടി സ്ക്വയർ ബൈ 2 പ്ലസ് സി ഉണ്ടാവും. ടീൻ്റെ വില ലോഗ് സൈൻ എക്സ് കൊടുത്താൽ ലോഗ് സൈൻ എക്സ് ഹോൾ സ്ക്വയർ ബൈ 2 പ്ലസ് സി. ഇവിടെ നമ്മൾ ചെയ്ത് ഈ കോട്ട് എക്സിനെ ഇങ്ങോട്ട് മാറ്റി കോട്ട് എക്സ് ഡി എക്സിനെ ഇങ്ങോട്ട് എഴുതിയിട്ട് ലോഗ് സൈനിന് പുട്ട് ചെയ്തതാണ്. ലോഗ് സൈൻ എക്സിനാണ് ഇവിടെ പുട്ട് ചെയ്യേണ്ടത്. ഇപ്പോൾ 1/sin എക്സിൻ്റെ സൈന് ഡെറിവേറ്റീവ് കോസ് കൂടെ വരും. 1/sin കോസ് ഡി എക്സ് ഡി ടി എന്നായി. കോസ് ബൈ സൈൻ കോട്ട ആയതുകൊണ്ട് കോട്ട് എക്സ് ഡി എക്സ് ഡി ടി എന്നായി. കോട്ട് എക്സ് ഡി എക്സ് ഡി ടി, അപ്പോൾ ഇത് ടി ഡി ടി എന്നായി. ടി ഡി ടി എന്ന് പറഞ്ഞാൽ ടീൻ്റെ ഇൻ്റഗ്രൽ ടി സ്ക്വയർ ബൈ 2 ആയതുകൊണ്ട് ടി സ്ക്വയർ ബൈ 2 പ്ലസ് സി ഉണ്ടാവും. പിന്നെ ടീൻ്റെ വില കൊടുക്കുക. അപ്പോൾ ലോഗ് സൈൻ എക്സ് ഹോൾ സ്ക്വയർ ഡിവൈഡ് ബൈ 2 പ്ലസ് സി. നമ്മൾ ചെയ്യാവുന്നത് ക്വസ്റ്റ്യൻ നമ്പർ 92. ഇൻ്റഗ്രൽ ഓഫ് sin x by 1 plus cos x dx. sin x by 1 plus cos x dx. 1 plus കോസിന് പുട്ട് ചെയ്യാം. ഡിനോമിനേറ്ററില്ല, 1 plus കോസിന് പുട്ട് ചെയ്യാം. എന്താ വരിക? ഡിനോമിനേറ്ററിൽ 1 plus കോസാണ്. 1 plus cos എക്സിന് പുട്ട് ചെയ്യാം. സീറോ ടി. 1ന് 0 ആണ്. കോസിൻ്റെ മൈനസ് സൈൻ എക്സ് ആണ് ഡെറിവേറ്റീവ്. ഡി എക്സ് ഇസ് ഈക്വൽ ഡി ടി. അപ്പോൾ മൈനസ് സൈൻ എക്സ് ഡി എക്സ് ഡി ടി. സൈൻ എക്സ് ഡി എക്സ് ഇസ് ഈക്വൽ മൈനസ് ഡി ടി. സൈൻ എക്സ് ഡി എക്സ് ഇസ് ഈക്വൽ മൈനസ് ഡി ടി എന്നായി. ഇപ്പോൾ ഇൻ്റഗ്രൽ ഓഫ് ഇതിൻ്റെ മുകളിൽ തന്നെ സൈൻ എക്സ് ഡി എക്സ് ആണ്. സൈൻ എക്സ് ഡി എക്സിന് മൈനസ് ഡി ടി ബൈ 1 പ്ലസ് കോസ് എന്ന് പറഞ്ഞാൽ ടി ആണ്. മൈനസ് ഡി ടി ബൈ ടി എന്നായി. മൈനസ് ഡി ടി ബൈ ടി മൈനസ് പുറത്തുള്ള ഡി ടി ബൈ ടി എന്നായി. ഡി ടി ബൈ ടി എന്ന് പറഞ്ഞാൽ 1/t ഡി ടി. 1/t ഡി ടി എന്ന് പറഞ്ഞാൽ ലോഗ് മോഡ് ടി. 1/tൻ്റെ ഇൻ്റഗ്രൽ 1/xൻ്റെ ലോഗ് മോഡ് എക്സ്.
അപ്പോൾ 1/t ലോഗ് മോഡ് ടി ഒരു മൈനസ് ഉണ്ട്, ലോഗ് മോഡ് ടി പ്ലസ് സി ഒരു സ്റ്റെപ്പ് കൂടി ചെയ്യുക, മൈനസ് ലോഗ് മോഡ് ടി എന്ന് പറഞ്ഞാൽ 1 + cos x. എന്നുകൊണ്ട് ക്വസ്റ്റ്യൻ sin x / 1 + cos x dx എന്നാണ്. ഡിനോമിനേറ്ററിലെ 1 + cos പുട്ട് ചെയ്യാം. 1 + cos = t നടത്താൽ ഡിഫറൻസിയേഷൻ നടത്തുമ്പോൾ 1 0 ആണ്, കോസിന് -sin x ആണ്, പിന്നെ dx = dt. അപ്പോൾ -sin x dx = dt എന്നായി. sin x dx = മൈനസ് അങ്ങോട്ട് കൊണ്ടുപോകാം. അപ്പോൾ sin x dx = -dt എന്നായി. ക്വസ്റ്റ്യൻ്റെ മുകളിൽ തന്നെ sin x dx ആണ്. അപ്പോൾ -dt / 1 + cos t ആണ്. -dt/t എന്നായി. മൈനസ് പുറത്തുതാൽ dt/t എന്നായി. ഇൻ്റഗ്രൽ ഓഫ് dt/t. അപ്പോൾ മൈനസ് ഓഫ് ഇത് 1/t ആണ്. 1/x ലോഗ് മോഡ് x, 1/t dt, 1/t ലോഗ് മോഡ് t. അപ്പോൾ മൈനസ് ലോഗ് മോഡ് t പ്ലസ് സി, ടീൻ്റെ വരെ 1 + cos ആവുകൊണ്ട് മൈനസ് ലോഗ് മോഡ് 1 + cos x പ്ലസ് സി. ഇപ്പോൾ നമ്മൾ ഡിനോമിനേറ്ററായ 1 + cosലാണ് പുട്ട് ചെയ്ത്. അപ്പോൾ -sin x dt എന്നായി, sin x dx -dt എന്നായി. ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, -dt/t എന്നായി. dt/t മൈനസ് പുറത്തെടുക്കുക. അപ്പോൾ -dt/t എന്നായി. dt/t 1/dx/x പോലെയാണ്. 1/x ലോഗ് മോഡ് x പോലെ 1/t ലോഗ് മോഡ് t, മൈനസ് ഉണ്ട്, ലോഗ് മോഡ് t ഉണ്ട്, ടീൻ്റെ വിലയും കൊടുക്കുക. അപ്പോൾ മൈനസ് ലോഗ് മോഡ് 1 + cos x പ്ലസ് സി. ഞാൻ ചെയ്യാവുന്ന ക്വസ്റ്റ്യൻ നമ്പർ 92 അല്ല 93. ഇൻ്റഗ്രൽ ഓഫ് sin x / 1 + cos x ഹോൾ സ്ക്വയർ dx. sin x / 1 + cos x ഹോൾ സ്ക്വയർ dx. ഇവിടെ നമ്മൾ പുട്ട് ചെയ്യുന്നത് 1 + cosനാണ് പുട്ട് ചെയ്യുന്നത്. 1 + cosന് പുട്ട് ചെയ്യുമ്പോൾ -sin x dx = dt, sin x dx = -dt അത് അവിടെ ഉണ്ട്. ഇൻ്റഗ്രൽ ഓഫ് മുകളിൽ sin x dx ആണ്, sin x dx -dt, മുകളിൽ sin x dx എന്ന് പറഞ്ഞാൽ -dt എന്നാണ്. അപ്പോൾ -dt / -1 + cos t ആണ്. അപ്പോൾ ഇത് t² ആയി. -dt/t², മൈനസ് പുറത്തെടുക്കുക, dt/t² മൈനസ് ഇൻ്റഗ്രൽ 1/t² മുകളിലെത്തുമ്പോൾ t⁻² എന്നാവും. t⁻² ഇൻ്റഗ്രൽ t⁻² + 1 എന്ന് പറഞ്ഞാൽ എത്ര വരിക? -2 + 1 എന്ന് പറഞ്ഞാൽ -1 അല്ലേ? -1 മൈനസ് പുറത്തുണ്ട്, കൂടാതെ t⁻1 / -1 പ്ലസ് സി. കുറച്ച് നമ്മൾ സിംപ്ലിഫൈ ചെയ്യാം. ഇപ്പോൾ ഇവിടെ നമ്മൾ ചെയ്യാൻ പോകുന്നത് 1 + cosന് പുട്ട് ചെയ്യുക. ക്വസ്റ്റ്യൻ sin x / 1 + cos x ഹോൾ സ്ക്വയർ dx. ഇവിടെ 1 + cosന് പുട്ട് ചെയ്യുക. 1 + cos മാത്രമാണെങ്കിൽ 1 + cosന് പുട്ട് ചെയ്യുക. അപ്പോൾ dt/t എന്നായി. 1 + cos ഹോൾ സ്ക്വയർ ആണെങ്കിൽ 1 + cosന് പുട്ട് ചെയ്യുക. അപ്പോൾ ഇത് dt/t² എന്നാവുന്നത് മാത്രമേ ഉള്ളൂ. 1 + cosന് പുട്ട് ചെയ്യുക. അപ്പോൾ -sin x dx = dt എന്നായി. കഴിഞ്ഞ കണക്ക് ചെയ്ത മാതിരി തന്നെ ഇപ്പോൾ sin x dx = -dt എന്നായി. ഇപ്പോൾ ഇവിടെ മുകളിൽ -dt എന്നായി. -dt / t². 1 + cos t ആയതുകൊണ്ട് ഇത് t² ഉണ്ടാവും. മൈനസ് പുറത്തെടുത്താൽ dt/t². അപ്പോൾ മൈനസ് ഇൻ്റഗ്രൽ ഓഫ് 1/t² എന്ന് പറഞ്ഞാൽ t² മുകളിലെത്തുമ്പോൾ t⁻² dt എന്നായി. t⁻²ൻ്റെ ഇൻ്റഗ്രൽ -2നോട് 1 കൂട്ടണം, -1. അപ്പോൾ -t⁻1 / -1 പ്ലസ് സി. അപ്പോൾ ഇവിടെ 1 + cosനാണ് പുട്ട് ചെയ്തത്. സി കല്ലോ ഇവിടെ 2 മൈനസും കൂടി പ്ലസ് ആയിട്ട് t⁻1 പ്ലസ് സി എന്ന് എഴുതാം. ഇനി ടീൻ്റെ വില തന്നെ ഇവിടെ തന്നെ ടീൻ്റെ വില 1 + cos കൊടുത്ത് എഴുതിയാൽ മതി. വേണമെങ്കിൽ ഞാൻ 1/t എന്ന് എഴുതാം. t⁻1 1/t പ്ലസ് സി എന്നൊക്കെ വേണമെങ്കിൽ എഴുതിയാൽ മതി. 1/t ടീൻ്റെ വില 1 + cos x. അപ്പോൾ 1/1 + cos. ഇനി ഇവിടെ നിന്നാണ് നടത്തുന്നതെങ്കിൽ 1 + cos x -1 പ്ലസ് സി. അവിടെ ടീൻ്റെ വില ഡയറക്റ്റായിട്ട് കൊടുത്താൽ 1 + cos x -1 പ്ലസ് സി അങ്ങനെ എഴുതിയാൽ മതി. അല്ലെങ്കിൽ t⁻1 1/t പ്ലസ് സി എഴുതിയിട്ട് ടീൻ്റെ വില കൊടുത്താൽ 1/1 + cos x പ്ലസ് സി എന്നുണ്ടാവും. അങ്ങനെ എഴുതിയാൽ പ്രശ്നമൊന്നുമില്ല. അപ്പോൾ ഇവിടെ -dt/t² വന്ന് മൈനസ് പുറത്തെടുത്ത് അപ്പോൾ dt/t² എന്നായി. മൈനസ് ഇൻ്റഗ്രൽ ഓഫ് t² മുകളിൽ പോകുമ്പോൾ t⁻² എന്നായി.
ടി റേസ് മൈനസ് ടുവിന് ഇൻ്റഗ്രൽ മൈനസ് ടുനോട് ഒന്ന് കൂട്ടിയാൽ -1 ആയതുകൊണ്ട് ടി റേസ് -1 ഡിവൈഡ് ബൈ -1 പുറത്തൊരു മൈനസ് ഉണ്ട്. ഇൻ്റഗ്രേഷൻ നടത്തുമ്പോൾ ടി റേസ് -1 ഡിവൈഡ് ബൈ -1 പ്ലസ് സി ഉണ്ടാവും. 2 മൈനസ് പ്ലസ് ആയി. അപ്പോൾ ടി റേസ് -1 പ്ലസ് സി എന്നായി. ടി റേസ് -1 എന്ന് പറഞ്ഞാൽ 1/t എന്നാണ് നമുക്കറിയാം. 1/t പ്ലസ് സി എന്നാണ്. 1/t ടീൻ്റെ വരെ 1 പ്ലസ് കോസ് ആണ്. അപ്പോൾ 1/1 പ്ലസ് കോസ് എക്സ് പ്ലസ് സി. 1/1 പ്ലസ് കോസ് എക്സ് പ്ലസ് സി. ക്വസ്റ്റ്യൻ നമ്പർ 94. 1 plus log x whole square by x. 94. Integral of 1 plus log x whole square divided by x dx. 1 plus cos x 1 plus log x whole square divided by x plus c divided by x dx. പുട്ട് ചെയ്യേണ്ടത് 1 പ്ലസ് log എക്സിനെ പുട്ട് ചെയ്ത് നോക്കണം. 1 പ്ലസ് ബ്രാക്കറ്റിനകത്തുള്ള 1 പ്ലസ് log എക്സിന് ടീന്ന് കൊടുക്കുക. അപ്പോൾ ടി സ്ക്വയറിനായി കിട്ടും. log എക്സിനെ പുട്ട് ചെയ്താലും 1/x ഡെറിവേറ്റീവ്. 1 പ്ലസ് ലോഗിനെ പുട്ട് ചെയ്താലും 1/x. അങ്ങനെയൊക്കെ വരുന്ന സമയത്ത് നമ്മൾ കോൺസ്റ്റൻറ്റ് അടുക്കാണ് പുട്ട് ചെയ്യുക. കാരണം കോൺസ്റ്റൻറ്റ് ഡെറിവേറ്റീവ് 0 ആയി പോയല്ലോ. 1 പ്ലസ് ലോഗിനെ പുട്ട് ചെയ്താൽ ഡെറിവേറ്റീവ് 1ൻ്റെ 0 ആണ്. log എക്സിൻ്റെ ഡെറിവേറ്റീവ് എന്തായാലും 1/x dx is equal to dt. 1/x dx is equal to dt. 1/x dx is equal to dt. Integral of 1 plus log x whole square 1/x dt എന്നൊക്കെ വേണമെങ്കിൽ dx എന്നൊക്കെ വേണമെങ്കിൽ എഴുതാം. 1 plus log x whole square into 1/x dx. എക്സിനെ ഡി എക്സിൻ്റെ അടുത്തേക്ക് എഴുതിയാൽ 1/x dx ഉണ്ടാവും. ഇൻ്റഗ്രൽ 1 പ്ലസ് ലോഗ് ടി ആണ്. ഇത് ടി സ്ക്വയർ ഇൻറ്റു 1/x dx ടി സ്ക്വയർ ഡി ടി എന്നായി. എക്സ് സ്ക്വയർ ഡി എക്സ് പോലെ എക്സ് സ്ക്വയറിന് ഇൻ്റഗ്രൽ x³/3 പോലെ ടി സ്ക്വയറിന് ഇൻ്റഗ്രൽ t³/3 പ്ലസ് ഇത്രയേ ഉള്ളൂ. സാറിന് ടീൻ്റെ വില കൊടുത്താൽ ടീൻ്റെ വില മാറ്റിക്കോട്ടെ. ടി എന്തായാലും 1 പ്ലസ് log x whole cube divided by 3 plus c. 1 plus log x whole cube divided by 3 plus c. Question 1 plus log x whole square divided by x plus c. ലോഗിൻ ഡെറിവേറ്റീവ് 1/x ആണ്. അതുകൊണ്ടാണ് നമ്മൾ 1 പ്ലസ് log x ആണ് പുട്ട് ചെയ്യുന്നത്. ബ്രാക്കറ്റിനകത്തുള്ള 1 പ്ലസ് log x പുട്ട് ചെയ്യാം. ടീന്ന് പുട്ട് ചെയ്യാം. ഡിഫറൻസിയേഷൻ നടത്തുക. 1ന് 0 ആണ്. log x 1/x ആണെന്ന് നമുക്കറിയാം. പിന്നെ ഡി എക്സ് ഈക്വൽ ഡി ടി. അപ്പോൾ 1/x dx ഈക്വൽ ഡി ടി എന്നായി. 1 പ്ലസ് ഇവിടെ 1 പ്ലസ് log ഹോൾ സ്ക്വയർ ഇൻറ്റു 1/x dx എന്നൊക്കെ വേണമെങ്കിൽ എഴുതിയാൽ മതി. എന്നിട്ട് 1 പ്ലസ് log x ടി എന്ന് പറയുമ്പോൾ ടി സ്ക്വയർ ഇൻറ്റു 1/x dx ഡി ടി ആണ്. ഡി ടി അപ്പോൾ ടി സ്ക്വയർ ഡി ടി എന്നായി. എക്സ് സ്ക്വയർ ഡി എക്സ് പോലെ എക്സ് സ്ക്വയറിൻ്റെ x³/3 ചെയ്ത മാതിരി ടി സ്ക്വയറിൻ്റെ t³/3 പ്ലസ് ചെയ്യുന്നുണ്ടാവും. ടീൻ്റെ വില 1 പ്ലസ് log x അതുകൊണ്ട് 1 പ്ലസ് log x ഹോൾ ക്യൂബ് ഡിവൈഡ് ബൈ 3 പ്ലസ് സി. ഇവിടെ പുട്ട് ചെയ്യുന്നത് 1 പ്ലസ് ലോഗിന് ബ്രാക്കറ്റിനകത്തുള്ള 1 പ്ലസ് log എക്സിനാണ് പുട്ട് ചെയ്യുന്നത്. എഴുതി പഠിക്കുന്നവർക്ക് വേഗം ഓർമ്മ വരും ഏതാ പുട്ടി. ക്വസ്റ്റ്യൻ കാണുമ്പോൾ എഴുതാൻ കഴിയും. കാരണം അത് എഴുതി പഠിക്കുന്നവർക്ക് മാത്രമേ അത് ചെയ്യാൻ കഴിയൂട്ടോ. അല്ലാത്തവർക്ക് എന്തിനാണ് പുട്ട് ചെയ്യേണ്ടതെന്ന് കൺഫ്യൂഷനൊക്കെ ഉണ്ടാവുക. എഴുതി പഠിക്കുന്നവർക്ക് ഒരു കൺഫ്യൂഷൻ ഉണ്ടാവില്ല. അപ്പോൾ 1 പ്ലസ് log എക്സിനെ പുട്ട് ചെയ്ത് 1ൻ്റെ 0 ആണ്. log എക്സിന് 1/x ആണ്. അപ്പോൾ 1/x dx ഡി ടി എന്നായി. ഇവിടേക്ക് വന്ന് വേണമെങ്കിൽ 1/x log എക്സിനൊന്നും കൊണ്ട് മാറ്റി ഇങ്ങോട്ട് എഴുതി. അപ്പം ക്ലിയർ ആക്കാൻ വേണ്ടി ഞാനങ്ങനെ എഴുതിയാണ്. അപ്പോൾ ടി സ്ക്വയർ ഡി ടി എന്നായി. ടി സ്ക്വയറിൻ്റെ t³/3 പ്ലസ് സി. അപ്പോൾ 1 പ്ലസ് log x ഹോൾ ക്യൂബ് ഡിവൈഡ് ബൈ 3 പ്ലസ് സി. പിന്നെ ക്വസ്റ്റ്യൻ നമ്പർ 95. ഈ ക്വസ്റ്റ്യൻ കൂടി നമ്മൾ ചെയ്യുന്നുള്ളൂ. ഇൻ്റഗ്രൽ ഓഫ് cos ഓഫ് log x ഡിവൈഡ് ബൈ x. cos ഓഫ് log x ഡിവൈഡ് ബൈ x dx. cos ഓഫ് log x ഡിവൈഡ് ബൈ x dx. log എക്സിനാണ് പുട്ട് ചെയ്യുന്നത്. ബ്രാക്കറ്റിനകത്ത് കോസിൻ്റെ ഉള്ളിലൊരു ബ്രാക്കറ്റിനുള്ളിലൊരു log x ഉണ്ടല്ലോ. log എക്സിനെ പുട്ട് ചെയ്യാം. log x equal t. ഇപ്പോൾ log x equal t. log എക്സിൻ്റെ ഡെറിവേറ്റീവ് എന്താ 1/x. അപ്പോൾ 1/x dx is equal to dt. Integral of
കോസ് ഓഫ് ലോഗ് എക്സ് ഇൻറ്റു 1/x ഡി എക്സ് എന്ന് വേണമെങ്കിൽ എഴുതാം. 1/x നിങ്ങൾ ഡി എക്സിൻ്റെ എഴുത്തേക്ക് എഴുതി. കോസ് ഓഫ് ലോഗ് എക്സ് ടി ആണ്, അപ്പോൾ ഇത് കോസ് ടി എന്നായി. കോസ് ടി 1/x ഡി എക്സ് എന്ന് പറഞ്ഞാൽ ഡി ടി, കോസ് ടി ഡി ടി എന്നായി. കോസ് എക്സ് ഡി എക്സ് പോലെ കോസ് എക്സിൻ്റെത് ഇൻ്റഗ്രൽ സൈൻ എക്സ്, അപ്പോൾ കോസ് ടീൻ്റെ സൈൻ ടി ഒരു സ്റ്റെപ്പ് കൂടി ചെയ്താൽ സൈൻ ടീൻ്റെ പോലെ എത്രയും ലോഗ് എക്സ് പ്ലസ് സൈൻ ലോഗ് എക്സ് പ്ലസ് സി, സൈൻ ഓഫ് ലോഗ് എക്സ് പ്ലസ് സി. ഒന്നുകൂടി കോസ് ഓഫ് ലോഗ് എക്സ് ഡിവൈഡ് ബൈ എക്സ് ഡി എക്സ് എന്നാണ് ക്വസ്റ്റ്യൻ. ലോഗ് എക്സിന് ടി എന്ന് എടുക്കുക, പുട്ട് ലോഗ് എക്സ് ഈക്വൽ ടി. ഡിഫറൻസിയേഷൻ നടത്തുമ്പോൾ ലോഗ് എക്സിന് ഡെറിവേറ്റീവ് 1/x ആണ്, ഡി എക്സ് ഈക്വൽ ഡി ടി എന്ന് എഴുതുക. ഇവിടെ ക്വസ്റ്റ്യൻ കോസ് ഓഫ് ലോഗ് എക്സ് ഇൻറ്റു 1/x ഡി എക്സ് എന്ന് മാറ്റുകയാണെങ്കിൽ എഴുതിയാൽ മതി. കോസ് ഓഫ് ലോഗ് എക്സ് ഇൻറ്റു 1/x ഡി എക്സ്, ലോഗ് എക്സ് ടി ആവുകൊണ്ട് ഇത് കോസ് ടി എന്നാവും, ഇൻറ്റു 1/x ഡി എക്സ് ഡി ടി എന്നാണ്, കോസ് ടി ഡി ടി എന്നായി. കോസ് എക്സ് ഡി എക്സ് പോലെ, അപ്പോൾ കോസ് ടി ഡി ടി, കോസ് എക്സിൻ്റെത് സൈൻ എക്സ്, കോസ് ടീൻ്റെ സൈൻ ടി പ്ലസ് സി. ടീനെ മാറ്റി കൊടുക്കുക, ടീൻ ലോഗ് ടി, ലോഗ് സൈൻ എക്സ് ആണ് ടീൻ്റെ വില, അപ്പോൾ സൈൻ ഓഫ് ലോഗ് സൈൻ എക്സ് അല്ലെ ലോഗ് എക്സ്, സൈൻ ഓഫ് ടീൻ്റെ വില ലോഗ് എക്സ് ആണ്, അപ്പോൾ സൈൻ ഓഫ് ലോഗ് എക്സ് പ്ലസ് സി, സൈൻ ഓഫ് ലോഗ് എക്സ് പ്ലസ് സി. ഇത്രയും ചെയ്യാമല്ലോ. തൽക്കാലം ഇപ്പോൾ ഇത്രയും ചെയ്തല്ലോ. ഇതിൽ ലോഗിനാണ് പുട്ട് ചെയ്ത്, ലോഗ് എക്സിൻ്റെ പുട്ട് ചെയ്യുക, 1/x ഡി എക്സിൻ്റെ ഡി ടി എന്ന് ചെയ്താൽ അപ്പോൾ ഇത് കോസ് ടി ഡി ടി എന്നാവും, കോസ് ടീൻ്റെ സൈൻ ടി എന്നാവും പ്ലസ് സി. ടീൻ്റെ വിലയും കൊടുക്കുക, അപ്പോൾ സൈൻ ഓഫ് ലോഗ് എക്സ് പ്ലസ് സി. ഇതാണ് ഇപ്പോൾ ചെയ്യുന്നുള്ളൂ. നന്നായി എഴുതി പഠിക്കാം.